വാഹനപ്രേമികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയുമായിട്ടാണ് വിയറ്റ്നാമിൽ നിന്നുള്ള വാഹന നിർമ്മാണ കമ്പനിയായ വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 200 കിലോമീറ്റർ മൈലേജുമായി വരുന്ന ഈ വാഹനത്തിന് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് വില കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വിപണിയിൽ തരംഗമാവാൻ കഴിയുമെന്നാണ് കമ്പനി. തമിഴ്നാട്ടിൽ വാഹന നിർമ്മാണശാല ആരംഭിച്ച് കാറുകൾ അസംബിൾ ചെയ്ത് വിൽക്കുവാനുള്ള നടപടികൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. കാറിൻ്റെ ബാറ്ററി നിർമ്മാണവും ഇന്ത്യയിൽ തന്നെ തുടങ്ങാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയെപ്പോലെ തന്നെ കടുത്ത മത്സരം നടക്കുന്ന രാജ്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ സൂക്ഷ്മതയോടെ തന്നെ തുടങ്ങാനാണ് വിൻഫാസിസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ചാർജിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിപുലമായി തന്നെ തുടങ്ങുമെന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ബ്രാൻഡ് ഇമേജ് വിപുലമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച ശേഷമായിരിക്കും കമ്പനിയുടെ ഓരോ കാറുകളും പുറത്തിറക്കുക എന്ന് അവർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വിയറ്റ്നാം കഴിഞ്ഞ വർഷമാണ് ഈ ചെറു കാർ വാഹന വിപണിയിലേക്ക് അവിടെ എത്തിച്ചത്. വൻ സ്വീകാര്യത ലഭിച്ച ഈ കാറിന് തുടർന്ന് യൂറോപ്യൻ കൺട്രിയായ ഇറ്റലിയിലും ഫ്രാൻസിലേക്കും ഈ കാർ അവതരിപ്പിക്കുകയുണ്ടായി. അവിടെയും വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. 3.5 മീറ്റർ നീളവും 1.5 മീറ്റർ ഹൈറ്റും 1.6 മീറ്റർ വീതിയുമുള്ള ഈ കാറിൻ്റെ ആദ്യ വർഷം 1,26,000 യൂണിറ്റുകളാണ് വിറ്റുപോയത്. 40 HP കരുത്തും 110 Nm ടോർക്കും നൽകുന്ന മോട്ടറാണ് വാഹനത്തിനുള്ളത്. വാഹനത്തിൻ്റെ റേഞ്ച് ഏകദേശം 200 കിലോമീറ്റർ ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത്. ഈ ചെറുവാഹനം വിയറ്റ്നാം വിപണിയിൽ ഇറങ്ങിയപ്പോൾ ഏകദേശം 8 ലക്ഷം രൂപയോളമായിരുന്നു ഇതിൻ്റെ പ്രാരംഭ വില. 2026 തുടക്കത്തോട് തന്നെ ഈ വാഹനം ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നാണ് കമ്പനി അധികൃതർ നൽകുന്നത്. പ്രീമിയം മിഡ് സൈസ് ഇലക്ട്രിക് SUV ആണ് VF7. അതേസമയം കോമ്പാക്റ്റ് SUV വിഭാഗത്തിൽപ്പെടുത്താവുന്ന വിഭാഗമാണ് VF6. ഈ രണ്ട് മോഡലുകളും വിപണി പിടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബജറ്റ് വാഹനമായി VF3 പുറത്തിറക്കുകയുള്ളൂ. നിർമ്മാണം പരമാവധി പ്രാദേശികവൽക്കരിച്ച് വില കുറയ്ക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും വിൻഫാസിസ് നടത്തുമെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാഹനം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നതോടെ പുതിയ ചരിത്രം തുറക്കുമെന്ന്